പാലക്കാട് മുതലമടയിലെ ഫാം സ്റ്റേയിൽ ആദിവാസിയെ 6 ദിവസത്തോളം അടച്ചിട്ട മുറിയിൽ പട്ടിണിക്കിട്ട് മർദ്ദിച്ചെന്ന് പരാതി. മുതലമട മൂച്ചക്കുണ്ട് ചമ്പക്കുഴിയിലെ വെള്ളയൻ എന്നയാൾക്കാണ് മർദ്ദനമേറ്റത്. വെള്ളയന്റെ പരാതിയിൽ വെസ്റ്റേൺ ഗേറ്റ് വേസ് ഉടമ പ്രഭുവിനെതിരെ പോലീസ് കേസെടുത്തു. മുതലമട ഊർക്കുളം വനമേഖലയിലെ വെസ്റ്റേൺ ഗേറ്റ് ബേസ് ഫാം സ്റ്റേയിലാണ് സംഭവം. തോട്ടത്തിൽ ജോലിക്ക് പോയതായിരുന്നു വെള്ളയൻ. സമീപത്തുള്ള ഫാം സ്റ്റേയിലെ പറമ്പിൽ ബിയർ കുപ്പി കിടക്കുന്നത് കണ്ട യുവാവ് അതെടുത്തു കുടിച്ചു. ഇതോടെ ഫാം സ്റ്റേ ഉടമ പ്രഭു വെള്ളയനെ മർദ്ദിക്കുകയും ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ട് 6 ദിവസത്തോളം പട്ടിണിക്കിട്ടു എന്നുമാണ് പരാതി. ശുചിമുറി പോലും ഉണ്ടായിരുന്നില്ലെന്ന് വെള്ളയൻ പറയുന്നു. ഇന്നലെ രാത്രി മുതലമട പഞ്ചായത്ത് അംഗം കൽപ്പനാദേവിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും ചേർന്നാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. എന്തോ റിസോർട്ടിലുള്ള ചെറിയ മദ്യമം എടുത്ത് കുടിച്ചതെന്ന പേരിലാണ് പുള്ളീനെ 5 ദിവസം അവിടെ അടച്ചു വെച്ചത്. ഭക്ഷണമൊന്നും കൊടുത്തില്ല, ഒരു നേരമാണ് ഭക്ഷണം കൊടുത്തതെന്നാണ് പുള്ളി പറഞ്ഞത്. അവിടെ നോക്കുമ്പോൾ വളരെ ക്ഷീണത്തിലെ ആള് കിറങ്ങിക്കിടന്നു. ഞങ്ങൾ പോയി തട്ടി ശബ്ദം വിട്ടപ്പോഴാണ് ആൾ ഇങ്ങനെ തലതൂക്കിയത്. അപ്പം തന്നെ ഞങ്ങൾ പോലീസുകാരനെ വിളിച്ചെല്ലാം പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ റൂമിൽ ഒരു മൂത്രം ഒളിക്കാൻ പോലും ആളിനെ വിടാതെ, അവിടെ റിസോർട്ടിൻ്റെ പണിക്ക് ചെയ്യുന്ന കുട്ടി ഒരു മൂത്രം ഒളിക്കാൻ പോലും വിടാതെ അടിച്ച് തല്ലിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുൻപും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു ഇതേപോലെ നേരത്തെ റിസോർട്ട് ഉടമയായിട്ട് തല്ലുകൊണ്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. അയാളിന് കണ്ണു വരെ പൊടിച്ചിട്ട് ഇന്നലെ രാത്രി അയാളിന് ഞങ്ങൾ തിരഞ്ഞു, അയാളിന് കിട്ടിയിട്ടില്ല. സംഭവത്തിൽ SC/ST അട്രോസിറ്റീസ് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ഫാം സ്റ്റേ ഉടമ ഉൾപ്പെടെയുള്ള പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, പാലക്കാട്.